തൃശൂരിൽ ATM കൊള്ളയടിച്ച പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഹരിയാന സ്വദേശി മുഹമ്മദ് ഇക്രാമാണ് കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ. തമിഴ്നാട്ടിൽ 4 സംഘങ്ങളായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. പ്രതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു സംഘം ഹരിയാനയിലേക്ക് തിരിച്ചിട്ടുമുണ്ട്. ഇക്ബാൽ അറക്കൽ സമഗ്ര വിവരങ്ങളുമായി. ഇക്ബാൽ, ഈ കൊള്ളസംഘത്തെക്കുറിച്ച് എന്താണിപ്പോൾ ലഭിക്കുന്ന വിവരം? ഹരിയാനയിലും ഈ രൂപത്തിൽ ഇവർ കൊള്ള നടത്തിയിട്ടുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? അല്പസമയം മുമ്പാണ് ഞാനിപ്പോൾ ഉള്ള നാമക്കലിലെ ഈ വെപ്പടൈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ തൃശൂർ ATM കവർച്ച കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് പിടികൂടിയ മുഴുവൻ പ്രതികളെയും പുറത്തേക്ക് കൊണ്ടുപോയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി പള്ളിപ്പാളയം ജനറൽ ആശുപത്രിയിലേക്കാണ് നിലവിൽ പ്രതികളെ കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ കുമാരപാളയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും റിമാൻഡ് നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക. ഇന്നലെ രാവിലെ 10:45 കൂടിയാണ് ഈ തൃശ്ശൂരിൽ നിന്നും ATM കവർച്ച ചെയ്തതിന് ശേഷം വരികയായിരുന്ന ഈ പ്രതികൾ തമിഴ്നാട് പോലീസിന്റെ പിടിയിലാവുന്നത്. അവിടെ വെച്ച് കുമാരപാളയത്ത് വെച്ച് പോലീസുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അവിടെ വെച്ച് പോലീസിന്റെ വെടിവെപ്പിൽ 2 പ്രതികൾക്കാണ് വെടിയേറ്റത്. ഇതിൽ ഒരാൾ ലോറി ഓടിച്ചിരുന്ന ജുമാനുദ്ദീൻ എന്ന് പറയുന്ന പ്രതി വെടിയേറ്റ് മരിച്ചിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. ഈ പ്രതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് പോലീസ് തന്നെ 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ ഒരു സംഘമാണ് ഇപ്പോൾ നിലവിൽ പ്രതികളുടെ നാടായിട്ടുള്ള ഹരിയാനയിലേക്ക് പോയിട്ടുള്ളത്. ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടുള്ള ജുമാനുദ്ദീൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ അല്പസമയം മുമ്പ് ഞാനിപ്പോൾ ഉള്ള ഈ വെപ്പടൈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. ഈ വെടിവെപ്പിൽ പോലീസുമായുള്ള ഒരു ഏറ്റുമുട്ടലിൽ ജുമാനുദ്ദീൻ മരിച്ചു എന്ന കാര്യം മാത്രമാണ് ബന്ധുക്കൾക്ക് പോലീസ് അറിയിച്ചിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഈ തൃശ്ശൂരിലെ ATM കവർച്ചയ്ക്ക് ശേഷമാണ് പ്രതികൾ ഈ തമിഴ്നാട്ടിലേക്ക് എത്തിയതെന്നും ഇത് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായെന്നെല്ലാം ബന്ധുക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ബന്ധുക്കൾ നിലവിൽ ഈ പള്ളിപ്പാളയം ജനറൽ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയാണ് ഈ ജുമാനുദ്ദീൻ്റെ മൃതദേഹമുള്ളത്. അവിടെ വെച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും എന്നുൾപ്പെടെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് നൽകുന്ന വിവരപ്രകാരം തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പ്രതികൾ വിവിധ ATM കവർച്ചാ കേസുകളിലെ പ്രതികളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ 10:45 പോലീസിന്റെ പിടിയിലായ പ്രതികളെ ഈ സമയം വരെയും തമിഴ്നാട്ടിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു. സേലം DIG ആയിരുന്ന ഉമ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാമക്കൽ SP രാജേഷ് കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലെല്ലാം പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇവർ ഈ ചോദ്യം ചെയ്യലോ മറ്റ് അന്വേഷണത്തിനോ സഹകരിക്കുന്നില്ല എന്നാണ് തമിഴ്നാട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ കേരള പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലും വലിയ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെ ലഭിച്ചിരുന്നു. ഹരിയാനയിലെ നൂഹ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഇക്രാമാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്തതെന്നാണ് ഇന്നലെ കേരള പോലീസിന് ലഭ്യമായ വിവരം. 26-ാം തീയതിയാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയത്. 25-ന് ചെന്നൈയിലേക്ക് പല മാർഗ്ഗങ്ങളിലായി, അതായത് 2 പ്രതികൾ വിമാനമാർഗവും മറ്റ് പ്രതികൾ കാറിലും ലോറിയിലുമായി ചെന്നൈയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പിന്നീട് ഇവർ യാത്ര ചെയ്ത് കോയമ്പത്തൂരിൽ വെച്ച് ഈ എല്ലാ പ്രതികളും 7 പ്രതികളും ഒരുമിച്ച് കൂടുന്നു. തുടർന്ന് ലോറിയിലായിരുന്നു സഞ്ചാരം. 26-ന് വൈകിട്ടോടുകൂടി തൃശ്ശൂരിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് പുലർച്ചെ 2 മണിവരെ വിവിധ സ്ഥലങ്ങളിലായി സമയം ചെലവഴിച്ചതിന് ശേഷം 2 മണിക്കാണ് ഈ കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ കൃത്യമായി SBIയുടെ ATMകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയതിനു ശേഷം മുഹമ്മദ് ഇക്രാമിൻ്റെ കൃത്യമായ ഒരു ആസൂത്രണം ചെയ്തുണ്ടാക്കിയ പ്ലാൻ പ്രകാരമായിരുന്നു ഈ കവർച്ചകൾ നടത്തിയത്. 4 മണിയോടുകൂടി തന്നെ പ്രതികൾ കവർച്ചയെല്ലാം ആസൂത്രണം ചെയ്ത രീതിയിൽ നടപ്പാക്കിക്കൊണ്ട് തൃശ്ശൂരിൽ നിന്ന് ലോറി മാർഗം സഞ്ചരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തൃശ്ശൂർ പോലീസ് നൽകിയ വിവരപ്രകാരം തമിഴ്നാട് പോലീസ് ഇവർക്ക് വേണ്ടി അന്വേഷണം നടത്തുകയും വാഹന പരിശോധനയ്ക്കിടെ സംശയം തോന്നി ഈ വാഹനം കൈകാണിച്ച് നിർത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വാഹനം നിർത്താതെ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡെല്ലാം തട്ടിത്തെറിപ്പിച്ച് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നാട്ടുകാരുമായി ഒരു പ്രശ്നമുണ്ടാക്കുന്നത്. അവിടെ വെച്ചാണ് പ്രതികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നീട് നാട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പോലീസുകാർ അവിടേക്ക് എത്തി ഈ പ്രതികളെ മുഴുവൻ പേരെയും പിടികൂടുകയായിരുന്നു. ഇതിനിടയിലാണ് 2 പേർക്ക് നേരെ വെടിയുതിർക്കേണ്ട ഒരു സംഭവം ഉണ്ടായത്. ഇതിൽ ലോറി ഡ്രൈവറായ ജുമാനുദ്ദീനാണ് മരിച്ചത്. മറ്റൊരു പ്രതി, ഈ വെടിയേറ്റുള്ള മറ്റൊരു പ്രതി ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ ഈ പ്രതികൾക്കെതിരെ തമിഴ്നാട് പോലീസ് വധശ്രമം, അതുപോലെ തന്നെ കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. ഈ എൻകൗണ്ടർ നടന്ന സ്ഥിതിക്ക്, പോലീസും പ്രതികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്ന സ്ഥിതിക്ക് തമിഴ്നാട്ടിൽ ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഏതായാലും കേരള പോലീസിന് ഈ പ്രതികളെ കിട്ടുന്ന കാര്യം വൈകും എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ വെപ്പടൈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ പ്രതികളെ മുഴുവൻ കൊണ്ടുപോയിട്ടുള്ളത് പള്ളിപ്പാളയം ജനറൽ ആശുപത്രിയിലേക്കാണ്. അവിടെ വെച്ച് ഇവരിൽ നിന്ന് മുഴുവൻ കവർച്ച മുതലും കണ്ടെത്തിയല്ലോ അല്ലേ?
സ്മൃതി, തീർച്ചയായും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പ്രതികൾ തൃശ്ശൂരിൽ നിന്നും കവർച്ച ചെയ്തെടുത്തുള്ള മുഴുവൻ തുകയും പോലീസിന് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 68 ലക്ഷത്തിന് അടുത്ത് തുക ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നത്. ഈ കാണുന്ന ലോറിയിലായിരുന്നു ഈ കാറ് കയറ്റി ഈ പ്രതികൾ ഹരിയാനയിലേക്ക് കടന്നു കളയാൻ ശ്രമിച്ചിരുന്നത്. ഈ ലോറിക്കകത്തുണ്ടായിരുന്ന കാറിനകത്ത് ബാഗുകൾ ഉണ്ടായിരുന്നു. ഈ ബാഗുകളുമായി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ രണ്ട് പ്രതികൾക്ക്, അതായത് ജുമാനുദ്ദീനും അസർ അലി എന്ന് പറയുന്ന പ്രതിക്കും വെടിയേൽക്കുന്നത്. ആ ബാഗിനകത്ത് സൂക്ഷിച്ചിരുന്ന മുഴുവൻ പണവും പോലീസ് കണ്ടെത്തി. അതിനുശേഷം പോലീസ് ആ പണം എണ്ണി തിട്ടപ്പെടുത്തി. തൃശ്ശൂരിൽ നിന്നും കാണാതായ മുഴുവൻ പണവും ലഭിച്ചതായാണ് തമിഴ്നാട് പോലീസും കേരള പോലീസും ഒരുപോലെ വ്യക്തമാക്കുന്നത്. ഇന്നലെ തൃശ്ശൂർ ടൗൺ ഈസ്റ്റ് പോലീസും അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട പോലീസും ഇന്ന് പുലർച്ചെ വരെ തന്നെ ഈ പ്രതികളെ മാറി മാറി ചോദ്യം ചെയ്തിരുന്നു. പ്രതികൾ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പേരുകൾ ഉൾപ്പെടെ മാറ്റി മാറ്റി പറയുന്നു. തങ്ങൾക്ക് പരസ്പരം അറിയില്ല എന്ന രീതിയിൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള പല മാർഗ്ഗങ്ങളും പ്രതികൾ പയറ്റി എന്ന രീതിയിലുള്ള വിവരങ്ങളും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും കൃത്യമായി പ്രതികളുടെ വിവരങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ വെച്ച് ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചതിന് ശേഷം നിലവിൽ പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും റിമാൻഡ് നടപടികൾ ഉണ്ടാവുക. തമിഴ്നാട്ടിൽ റിമാൻഡ് ചെയ്തതിന് ശേഷമായിരിക്കും പ്രതികൾക്ക് വേണ്ടിയുള്ള ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കേരള പോലീസ് തൃശ്ശൂർ കോടതിയിൽ സമർപ്പിക്കുക. അതുമായി ബന്ധപ്പെട്ട നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ തന്നെ കൃഷ്ണഗിരി ജില്ലയിലും പ്രതികൾ വിവിധ ATM റോബറി കേസുകൾ, ATM കവർച്ചാ കേസുകളിൽ ഈ പ്രതികൾക്ക് പങ്കുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവിടെ നിന്ന് ഈ നാമക്കലിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീർന്നതിന് ശേഷം ഒരു പക്ഷേ കൃഷ്ണഗിരി പോലീസിന് ഈ പ്രതികളെ കൈമാറും. അതിനും ശേഷമായിരിക്കും ഒരു പക്ഷേ തൃശ്ശൂർ പോലീസിന് ഈ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുക എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ള വിവരം. ഏതായാലും 7 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇവർ അതീവ തന്ത്രശാലികളായ പ്രതികളാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിലുള്ള ATM കവർച്ചാ കേസിൽ ഇവർ പ്രതികളായിരുന്നു. പലരും ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. ഈ കവർച്ച ആസൂത്രണം ചെയ്ത മുഹമ്മദ് ഇക്രാം തന്നെ 2 മാസം മുമ്പാണ് മഹാരാഷ്ട്രയിലെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. ATM കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട മുഹമ്മദ് ഇക്രാം മഹാരാഷ്ട്രയിലെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. 2 മാസം മുമ്പ് പുറത്തിറങ്ങുന്നു. ഇതിനുശേഷം ഈ കവർച്ച ആസൂത്രണം ചെയ്ത് സുഹൃത്തുക്കളുമായി കേരളത്തിലേക്ക് എത്തിയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഈ പ്രതികൾ ഈ കവർച്ച ചെയ്തത്. തന്നെയാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. നാമക്കലിൽ നിന്നാണ് ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകിയത്.